ഭയങ്കര ആളെടുത്ത് നമ്മൾ വന്നു കിട്ടിയതല്ലേ. CD മുള്ളല്ലേ, ഒരു രക്ഷയില്ല. കുയിൽ, അങ്ങനെ മീനുണ്ടാ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഡേ ലൈഫ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഡേ ലൈഫ് വരാൻ വേണ്ടി പോവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണട്ടാ. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ നമ്മൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പേജുകളെല്ലാം അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗ് പോലെ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എടുത്ത് പറയേണ്ടത്, നമ്മളിപ്പോൾ പോണത് ആശിഫുണ്ട്. ആശിഫിനെ എടുക്കാൻ വേണ്ടി പോകണം. അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു ഷൂട്ടുണ്ട് നമുക്ക് കുന്നോളത്ത്. ഒരു സാംസങ് കമ്പനിയുടെ ഒരു ഷൂട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഒരുപാട് പരിപാടികൾ ഇന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയട്ടാ. അപ്പോൾ ആശിഫ് വന്നിട്ടുണ്ട്. എന്താ ആശിഫ് ലേറ്റായി? ഇത്ര നേരായി കാത്ത്. ആൽബം വീണ്ടും മറന്നില്ലേ? അതെ. അപ്പോ സ്റ്റാർട്ട് ചെയ്യണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുന്നോളത്തേക്കാണ് യാത്ര ഇരിക്കുന്നത്. അപ്പോ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോ കുന്നംകുളം സാംസങ്ങിന്റെ ഷോറൂമിലാണ്. ഇവിടെയാണ് നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാനുള്ളത്. അപ്പൊ പോയിട്ട് വരാം. നമുക്ക് ഈ ഓഫർ ഉണ്ടാവില്ല. ജസ്റ്റ് കസ്റ്റമർക്ക് ജസ്റ്റ് അടിപൊളി സിബിൽ സ്കോർ ഉണ്ടായാൽ മതി. നമുക്ക് 12 മാസത്തേക്ക് EMI കൊടുക്കാം. അപ്പൊ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ S27 അൾട്ര വരികയാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്താൽ മതി. അല്ല കസ്റ്റമർക്ക് S27 അൾട്ര വേണ്ട, ഈ ഫോണിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ ഒന്നും നോക്കണ്ട, 1,40,000 രൂപയുടെ ഫോണ് പകുതി വിലയില്, അതും 70,000 രൂപക്ക് ഗംഭീരമായിട്ടുള്ള ഓഫർ ആയിട്ടാണ് കുന്നംകുളത്തെ ഷോറൂം സാംസങ്ങിന്റെ വന്നിട്ടുള്ളത്. ഇനി ഒന്നും നോക്കണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് പോരട്ടാ. അപ്പൊ നമ്മൾ കുന്നംകുളത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയൊക്കെയാണ്. നാടൻ ഊണാണ്. ഓക്കെ, ഒരുപാട് പേരുണ്ട്. നോക്കാം, നല്ല തിരക്ക് കാണുന്നുണ്ട്. ഗ്യാസ് ലഭ്യത കുറവ് മൂലം പരിമിതമായ ഐറ്റംസും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഗ്യാസിന്റെ പ്രശ്നം തന്നെ എല്ലായിടത്തും അല്ലേ? വിലയൊക്കെ വന്നിട്ടുണ്ട്. ഈ ലൊക്കേഷൻ കറക്റ്റ് കുന്നോളത്ത് എവിടെയാണ്? പാറയമ്പാടം അല്ലേ? ഇതെന്താ മീന്? ഇതെന്ത് ഇത് CD എന്താ പറയൂല്ലേ? ഇനി എന്തായാലും പറയാ CD മുള്ളൻ. ഇതെന്തിട്ടാ? കുയിൽ, അങ്ങനെ മീനുണ്ടാ? കുയിൽ മീൻ, കേര. ഭയങ്കര ആളെടുത്ത് നമ്മൾ വന്നു കിട്ടിയതല്ലേ. ഇതെന്തിട്ട് ഐറ്റംസ്? ഇതൊക്കെ ഉണ്ട് വിളമ്പിയാൽ. എന്നിട്ട് ഓരോന്ന് തുടങ്ങാം. തോരൻ വന്ന് ഇതെന്തിട്ടുള്ള പുളിഞ്ചി. അടുത്ത് എന്നിട്ടുള്ള കായ, കൂർക്ക. ഇതെന്താ? മസാലക്കറി. കായൊക്കെ ഉള്ളത്, ചെറിയ കായൊക്കെ വെച്ചിട്ട് അച്ചാറ്. ഒറ്റ ഇതെന്ത് മീന്? ഒരു കേര ഉണ്ടെങ്കിൽ കേര വെക്കും. ഭയങ്കര സാധനമായി. ഇങ്ങനത്തെ സ്പെഷ്യൽ ഇവർക്ക് കൊടുക്ക്. ഇതിന് ഈ പേര് പറയാ? CD മുള്ളല്ലേ? കുയിൽ കൊടുക്ക്. അതെ, പണ്ട് ലോട്ടറിയിൽ ഉണ്ടായിരുന്നൊരു കുയില്. ആ കുയിലല്ലല്ല. നിങ്ങക്കെന്താ മീന്? ജയുടെ അരിയാൻ തോന്നുന്നുണ്ട്, വലിയ അരിയില്ലേ? ഓക്കെ, റെഡി, സെറ്റ്. കൊണ്ടോട്ട മുളക്. ഇതെന്താ? സലാഡാ? മീനിലേക്ക് സലാഡ്. അത് മീനിലേക്ക് സലാഡ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളും സബോളയും ഇതിൽ സുർക്കിട്ടണ്ട, വിനാഗിരി ഇട്ടണ്ട. അപ്പൊ ടേസ്റ്റ് ഒന്നും കൂടും. സംഭവം കൊള്ളാല്ലേ ശിവൻ? വരണുള്ള സാധനങ്ങൾ കഴിഞ്ഞിട്ടില്ലട്ടാ. ഇനി കുറച്ചും കൂടി കറികൾ വരാനുണ്ട്. കറികൾ വരാനുണ്ട്. കറി വന്നിട്ടില്ല. ഇതെന്തിട്ടാ? മീൻ കറി ഉണ്ട്. മാങ്ങ ഉണ്ടെന്ന് തോന്നല്ലേ? ഇത് ഉണക്കമീനാ. പൊളിക്കും. ഉണക്കമീനിന്റെ കറിയുടെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അത് ചോറിൽ കൂട്ടി മാത്രം കഴിക്കണം, വേറെ മിക്സ് ചെയ്യാണ്ട്. നല്ല ശിവ സെറ്റല്ലേ? നമുക്കൊന്ന് പെടുത്താടാ. ഓക്കെ,
ഉപ്പേരിയൊക്കെ വെച്ച് കേബേജൊക്കെ വെച്ച് കുറച്ച് അച്ചാർ വെച്ച് പപ്പടം പിന്നെ ഹൈലൈറ്റ് ആണല്ലോ. നേരം കൂടാവും. നേരം കൂടാവും. അടിപൊളി ഫുഡ് കേട്ടാ. അപ്പോൾ കുന്നംകുളം ലൊക്കേഷയുടെ കുന്നംകുളം പാറയമ്പാടത്ത് വന്നാൽ പോയിട്ടാ. അത് നമ്മള് ഒരു സാധനം കൂട്ടാൻ പറഞ്ഞിട്ടാ. മോര് മോര് മുരുകി മുരുകി അതാ അപ്പോൾ നിങ്ങൾക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചാവക്കാടിലെ ആൾക്കാരാണെങ്കിൽ നല്ലൊരു സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. അതും ബ്ലാങ്ങാട് ബീച്ചിൽ ഇതാ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, അടിപൊളി ലൊക്കേഷനാണ്. ലൈറ്റ് ഹൗസ് അവിടെ ചാവക്കാട് നിന്ന് വരുമ്പോൾ ലൈറ്റ് ഹൗസ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഇതായി കാണുന്ന ലൊക്കേഷൻ അടിപൊളിയാട്ടോ. നല്ല ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവരൊരു പച്ച ചമ്മന്തി ഉണ്ടാവും, അതും ഈ റെഡ് ചമ്മന്തിയും ഉഴുന്നുവടയും വേറെ ലെവൽ സാധനമാണ്. ഒന്നും അങ്ങോട്ട് പറയാനില്ല, നല്ല ചൂടുള്ള സാധനം കിട്ടും. വേറെ മൂടാട്ടാ. ക്രിസ്പി കഴിക്കുമ്പോ അറിയാലോ ഇതൊക്കെയാ അത് ശബ്ദം കേൾക്കണ്ട നിങ്ങൾക്ക്, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്, കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഒരുപാട് വ്ളോഗുകളായിട്ട് വരുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസുകളായിട്ട് വരും. നമ്മളെ ഡെയിലി വ്ളോഗ് എന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് ഡെയിലി വരാൻ വേണ്ടി പോണത്. ഇതിപ്പോൾ നമ്മളെ ഡെയിലി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പേജൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാല്ലേ. ബൈ.